ഇന്ത്യയിലെത്തിയ വിദേശ മിഷണറിമാരെ കുറിച്ച് ഞാൻ ക്ലാസുകൾ എടുക്കുമ്പോൾ ഫ്ലോറി ഇവാൻസിനെ പരാമർശിക്കാതെ ക്ലാസുകൾ അവസാനിപ്പിക്കാറില്ല. കാരണം 1904-5 കാലഘട്ടത്തിൽ വെയിൽസിൽ ഉണ്ടായ വെൽഷ് ഉണർവിന് കാരണക്കാരനായി നാം എടുത്തുകാട്ടുന്ന വ്യക്തി ഇവാൻ റോബർട്ട്സ് ആണ്. ഒരർത്ഥത്തിൽ അത് വളരെ ശരിയുമാണ്. എന്നാൽ ഉണർവിനായി കാത്തിരുന്ന് ഹൃദയമുരുകി പ്രാർത്ഥനയ്ക്ക് തുടക്കമിട്ടത് ഫ്ലോറി ഇവാൻസ് എന്ന 19കാരിയായ പെൺകുട്ടിയായിരുന്നു. ഇവരെ പെന്തക്കോസ്ത് സഭാ സെമിനാറുകളിലോ എഴുത്തുകളിലോ പരാമർശിച്ച് കാണുന്നില്ല. ചിലരുടെ യൂട്യൂബ് പ്രസംഗങ്ങളിലും ഫ്ലോറിയെ പരാമർശിക്കുന്നതേയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വെയിൽസിലേക്കുള്ള ചരിത്രാന്വേഷണ യാത്രയിൽ ഫ്ലോറിയെ കൂടുതൽ അറിയുക എന്ന ആഗ്രഹം തന്നെ മുന്നിട്ട് നിന്നിരുന്നു. 2024 ഓഗസ്റ്റ് 9 ഞങ്ങളുടെ വെയിൽസിലേക്കുള്ള യാത്ര. 2006 വെയിൽസിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും വെൽഷ് ഉണർവ് നടന്ന സ്ഥലങ്ങൾ അന്ന് സന്ദർശിക്കാനായില്ല. ഈ ചരിത്രാന്വേഷണ യാത്രയിൽ ഞങ്ങളെ സഹായിച്ചത് ന്യൂപോർട്ട് സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ ഫിലിപ്പ് ജോർജ് ആയിരുന്നു. ഒപ്പം ക്രൈസ്തവ ചിന്ത ചീഫ് എഡിറ്റർ KN റസൽ, നിലമ്പൂർ പോത്തുകല്ല് AG സഭയുടെ പാസ്റ്റർ CV വിൽസൺ, ഭാര്യ റീജ, ബോംബെയിൽ നിന്നും എത്തിയ പാസ്റ്റർ PK തോംസൺ എന്നിവരായിരുന്നു സംഘാംഗങ്ങൾ. വെയിൽസിലെ ന്യൂകോ എന്ന ഗ്രാമത്തിൽ നിന്നാണ് വെൽഷ് ഉണർവിന് നാന്ദി കുറിച്ചത്. അവിടുത്തെ കാൽവനിസ്റ്റ് മെത്തഡിസ്റ്റ് ചാപ്പലിലെ ശുശ്രൂഷകൻ ജോസഫ് ജെങ്കിൻസ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ അനുഭവമുണ്ടായി. അതിനുശേഷം ഒരു ഞായറാഴ്ച വൈകുന്നേരം ചാപ്പലിൽ നടന്ന യുവാക്കളുടെ ഒരു മീറ്റിംഗിൽ വച്ച് ജെങ്കിൻസ് സദസ്സിനോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള ബന്ധം ഏതു തരത്തിലുള്ളതാണ്? ഫ്ലോറി പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു എന്ന്. ജെങ്കിൻസിന്റെ പ്രസംഗം അവരെ ആഴത്തിൽ സ്പർശിച്ചു. പരിശുദ്ധാത്മാവിനാൽ അവർ വികാരപരവശയായി. ഫ്ലോറി ശബ്ദമുണ്ടാക്കാതെ തേങ്ങിക്കരയാൻ തുടങ്ങി. എല്ലാവരിലും വലിയ പാപബോധമുണ്ടായി. ഒറ്റ രാത്രി കൊണ്ട് അവരിൽ എല്ലാവരിലും അനുതാപമുണ്ടാവുകയും കരഞ്ഞുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ വരികയും ചെയ്തു. ഇതാണ് 1904 തുടങ്ങി 1905 വരെ നീണ്ടുനിന്ന ചരിത്ര പ്രസിദ്ധമായ വെൽഷ് ഉണർവിന്റെ ആരംഭം. 1905 ജൂൺ 29 പൂനെയിൽ രമാബായിയുടെ മുക്തി മിഷനിൽ ഉണ്ടായ ഉണർവ് അന്യഭാഷാ ഭാഷണത്തോടെയാണെന്ന് കൂടി സന്ദർഭവശാൽ ഇവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ജെങ്കിൻസിന്റെ നേതൃത്വത്തിൽ പള്ളികളിൽ നിന്ന് പള്ളികളിലേക്ക് അവർക്ക് ലഭിച്ച ആത്മശക്തിയുമായി അവർ സഞ്ചരിച്ചു. ഇവർ പിന്നീട് ഈ ഉണർവിന്റെ വക്താക്കളായി മാറിയതായി ചരിത്രം സാക്ഷിക്കുന്നു. ഇതിനു ശേഷമാണ് ഇവാൻ റോബർട്ട്സ് ഉണർവിലേക്ക് നയിക്കപ്പെടുന്നത്. അതിന് കാരണമായത് സേത്ത് ജോഷ്വായുടെ നേതൃത്വത്തിൽ ബ്ലനാർഡ്നർച്ചിൽ നടന്ന മീറ്റിംഗ് ആണ്. ഈ യോഗങ്ങൾ മുഖാന്തരവും മുൻപറഞ്ഞ സുവിശേഷകന്മാർ മുഖാന്തരവുമാണ് ഇവാൻ റോബർട്ട്സ് ഉണർവിലേക്ക് നയിക്കപ്പെട്ടതെന്നും നാം മനസ്സിലാക്കണം. ഇതിനുശേഷം ഫ്ലോറിയും ജോസഫ് ജെങ്കിൻസും മൗഡ് ഡേവിസും മറ്റു പലരും റോബർട്ട്സിനോടൊപ്പം വെൽഷ് ഉണർവുകളിൽ പങ്കാളികളായി. വഴിവിട്ട് നടന്ന വലിയൊരു തൊഴിലാളി സമൂഹത്തിന്റെ ഇടയിൽ നിന്നാണ് ഇവിടെ നവോത്ഥാനം ആരംഭിക്കുന്നത്. വലിയ കൽക്കരി ഖനികളുടെ നാടായിരുന്നു വെയിൽസ് എന്ന രാജ്യം. വെയിൽസ് മാത്രമല്ല, ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ യുണൈറ്റഡ് കിങ്ഡം. ഇതിൽ അയർലൻഡ് മുഴുവനായി ഇന്നും UK കീഴിലല്ല. അയർലൻഡ് പതിറ്റാണ്ടുകളോളം ആഭ്യന്തര കലാപം നടന്ന ഒരു രാജ്യമാണ്. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളും കത്തോലിക്ക വിശ്വാസികളും തമ്മിൽ നടന്ന പോരാട്ടങ്ങളിൽ മരിച്ചു വീണത് പതിനായിരങ്ങളാണ്. ഒടുവിൽ
രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ബെൽഫാസ്റ്റ് പ്രധാന പട്ടണമായ അയർലൻഡ് UK ഭാഗമായും ഡബ്ലിൻ പ്രധാന പട്ടണമായ അയർലൻഡ് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായും തീർന്നു. അവിടുത്തെ കറൻസി യൂറോയാണ്. ഗ്രേറ്റ് ബ്രിട്ടന്റെ ഭാഗമായ വെയിൽസ് മുമ്പ് പറഞ്ഞതുപോലെ കൽക്കരി ഖനികളുടെ നാടായിരുന്നു. ഖനികളിൽ പണിയെടുത്തിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരുന്ന ജീവിത നൈരാശ്യമാണ് ഉണർവിലേക്ക് അവരെ നയിച്ചത്. വഴിവിട്ട ധാർമ്മിക ജീവിതവും അവരിലെ അരക്ഷിതത്വ ബോധവും അസമാധാനവും അവരെ ദുഃഖത്തിലാഴ്ത്തി. ലഹരി മരുന്നുകളുടെ ഉപയോഗവും മദ്യപാനവും അവരുടെ ജീവിതത്തെ താറുമാറാക്കി. അങ്ങനെ വെയിൽസിലെ കൽക്കരി ഖനികളിലെ തൊഴിലാളികളുടെ വഴിമുട്ടിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് പരിശുദ്ധാത്മ ശക്തിയുടെ പ്രവാഹം അവിടെ ആഞ്ഞടിക്കുന്നത്. അതിന് കാരണക്കാരനായി ഇവാൻ റോബർട്ട്സിനെ ദൈവം തിരഞ്ഞെടുക്കുകയായിരുന്നു. മുമ്പ് പറഞ്ഞ വ്യക്തികളിലൂടെയാണ് ഉണർവ് ആരംഭിച്ചതെങ്കിലും ഇവാൻ റോബർട്ട്സിന്റെ അശ്രാന്ത ശ്രമഫലമായിട്ടാണ് ഉണർവിന്റെ ജ്വാല കത്തിപ്പടർന്നത്. ഉണർവിന്റെ വഴികാട്ടിയായി മറ്റുള്ളവർ മുമ്പേ നടന്നിട്ടുണ്ടെന്ന ചരിത്രം വിസ്മരിക്കാൻ പാടില്ല എന്നുകൂടി ഓർപ്പിച്ചു കൊള്ളട്ടെ. ഇവാന്റെ കുടുംബവും കൽക്കരി ഖനികളിൽ പണിയെടുക്കുന്നവരായിരുന്നു. ഫ്ലോറിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിലും പള്ളിയിൽ ഉണ്ടായിരുന്ന ഗൈഡ് ബെറ്റ്ഹാൻ വിവരിച്ച ചരിത്ര സംഭവങ്ങൾ ഞങ്ങൾ സാഗൂതം കേട്ടിരുന്നു.